ഇന്ന് നമുക്ക് റാഗി ദോശ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് റാഗിയും ഉഴുന്നും ഒരു പിടി ഉലുവയും എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവിനൊക്കെ പച്ചരിയും ഉഴുന്നും കുതിർത്തുന്നില്ലേ, അതേ രീതിയിൽ തന്നെയാണ് റാഗിയും ഉഴുന്നും ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇത് നന്നായി കഴുകിയെടുക്കാം. 2-3 തവണ കഴുകിയതിന് ശേഷം നമുക്കിത് കുതിരാൻ വെക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് കുതിരാൻ വെക്കുന്നത്. ഒരു 12 മണിക്കൂർ നേരം ഞാനിത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ച് അവിൽ കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ. മട്ടേരീൻ്റെ അവിലാണ് ചേർത്തത്. എല്ലാം ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈവച്ച് തന്നെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് പുളിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒട്ടും തന്നെ ചോറ് ചേർക്കാതെയാണ് ഞാൻ ഈ ബാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ആവശ്യത്തിന് നെയ്യും ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം. ഈ ക്രിസ്പി ആയിട്ടുള്ള ദോശ നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ ഹെൽത്തി ദോശ ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടമാവും.